ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ വളരെ കാലം ചെയ്യാതെ മടി പിടിച്ചിരുന്ന ഒരു പണിയാണ് ഇന്ന് ചെയ്യണത്. അതായത് നമ്മുടെ ആന്തൂറിയം റീപോട്ടിംഗ് ആണ്. എല്ലാം നാടൻ ടൈപ്പ് ആന്തൂറിയാട്ടോ. നമ്മുടെ ഒരു പിങ്ക് കളറും അതേപോലെ റെഡ് കളർ ആന്തൂറിയാണുള്ളത്. അപ്പോൾ എല്ലാം ചട്ടിയിലൊക്കെ വേരൊക്കെ തിങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് പോട്ടിംഗ് മിശ്രിതമൊക്കെ മാറ്റിയിട്ട് അടിപൊളിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെ ഇത്രയും വേരുകളുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ ഇടയിൽ. അതേപോലെ നമ്മൾ ഈ അടിവേലിലെ വേരൊക്കെ കുറേ വെട്ടിക്കളഞ്ഞിട്ട് അതിൽ ചകിരിച്ചോറും അതേപോലെ ഞാൻ വലിയ ചകിരി കഷണം അതിൽ വെച്ചു കേട്ടോ. ഈ ചകിരിയുടെ തൊണ്ടില്ലേ അത് വെച്ചിട്ടാണ് എല്ലാത്തിലും ചെയ്തത്. അതും ചാണകപ്പൊടിയും എല്ലുപൊടിയും എല്ലാം ചകിരിച്ചോറ് അധികം ഇട്ടില്ല, അങ്ങനെ എല്ലാം കൂടി ചേർത്ത് മണ്ണൊക്കെ കൂടി ചേർത്താണ് റീപോർട്ട് ചെയ്തത് കേട്ടോ. കോളേജ് വന്നപ്പോൾ അസൽ കട്ട്ലറ്റ് ആൻഡ് ചായയാണ് ഗൈസ് ഇന്ന്. ആ സമയത്താട്ടോ നമ്മുടെ ദേവ് കോളേജിൽ നിന്ന് വന്നത്. അവൾ കോളേജിൽ നിന്ന് വന്ന വഴി ചായയും കട്ട്ലേറ്റും കൂടിയും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ തള്ളിമറ. ഞാനും കുഞ്ഞും കൂടിയാണ് ഇവിടെ ചട്ടികളൊക്കെ റീപോർട്ട് ചെയ്ത ചട്ടിയൊക്കെ കൂടി ഇവിടെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഇത് ആന്തൂറിയം റീപോർട്ട് ചെയ്തതാട്ടോ. കുറേ നാളായി ഞാനിത് ചെയ്തിട്ട്, അതിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത്. അത്രയ്ക്ക് വേര് തിങ്ങിയിട്ടുണ്ട് ചട്ടിയിലൊക്കെ, നിറച്ചും വേരായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കണ്ടോ, ഇത്രയും വേരുകളാട്ടോ നമ്മൾ ഈ ചട്ടിയിൽ നിന്നൊക്കെ പറിച്ചെടുത്തത്. അപ്പോൾ എല്ലാം നമ്മൾ നല്ലോണം റീപോർട്ട് ചെയ്ത് നല്ലോണം വളമൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം നനച്ചും കൂടിയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പൂവൊക്കെ ഉണ്ടാവുമെന്ന് നോക്കാം. ചിലതിലൊക്കെ ചെറിയൊരു പൂവ് ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഇനി എല്ലാം ഞാൻ നല്ല ഭംഗിയായിട്ട് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാവുമ്പോൾ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.